നമ്മളെല്ലാവരും ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് പല കാര്യങ്ങളും ചെയ്യുന്നവരായിരിക്കും അല്ലേ. ക്യു ആർ കോഡിന് നമ്മുടെ ഫോണിലെ നമ്മുടെ ഡാറ്റകളെയും അതുപോലെ തന്നെ നമ്മുടെ ഗാലറികളിലെ നമ്മുടെ മീഡിയയുടെയും അതുപോലെ നമ്മുടെ ഫോണിലെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുടെ പാസ്വേഡുകൾ, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ പാസ്വേഡ്, ഇതെല്ലാം മോഷ്ടിക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാനാകൂ? എന്നാൽ നിങ്ങൾ വിശ്വസിച്ചേ മതിയാകൂ. ക്യു ആർ കോഡുകൾ ഇപ്പോൾ എല്ലായിടത്തും ഉണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ ഫുഡ് മെനു എന്നുള്ളതൊക്കെ ഇപ്പോൾ ക്യു ആർ കോഡിൻ്റെ രൂപത്തിലാണ്. നമ്മുടെ ഫോൺ എടുത്തിട്ട് നമ്മൾ ആ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ഫുഡ് മെനു നമുക്ക് കാണാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ പല പോസ്റ്ററുകളിൽ, നോട്ടീസുകളിൽ, പലതരത്തിലുള്ള കാർഡുകളിൽ എല്ലായിടത്തും ക്യു ആർ കോഡാണ്. അത് സ്കാൻ ചെയ്താൽ അതിനുള്ള ഡീറ്റെയിൽസ്, ഇപ്പോൾ ഉദാഹരണമായിട്ട് വിസിറ്റിംഗ് കാർഡൊക്കെ ക്യു ആർ കോഡിൻ്റെ രൂപത്തിലാണ്. നമ്മളിപ്പോൾ ജസ്റ്റ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസുകളും നമുക്കതിൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ ക്യു ആർ കോഡുകളൊക്കെ നമ്മൾ പല സ്ഥലങ്ങളിലും നമ്മൾ സ്കാൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ നമ്മൾ സ്കാൻ ചെയ്യുന്ന ക്യു ആർ കോഡുകൾ എന്ത് തരത്തിലുള്ള ക്യു ആർ കോഡുകളാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഏതെങ്കിലും അറ്റാക്കർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ഡാറ്റകളെല്ലാം സ്റ്റീൽ ചെയ്യാൻ കഴിവുള്ള ഒരു ക്യു ആർ കോഡാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ക്യു ആർ കോഡുകൾ ഉപയോഗിച്ചിട്ട് എങ്ങനെ ഡാറ്റകൾ അറ്റാക്കർ ശേഖരിക്കുന്നു, അങ്ങനെ ഡാറ്റ ശേഖരിക്കുന്നതിനെ നമുക്ക് എങ്ങനെ തടയാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു ജംബു ഹോസ്റ്റ്. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ക്യു ആർ കോഡ് ഉപയോഗിച്ച് ഡാറ്റകൾ ശേഖരിക്കുക. അതിന് നമ്മൾ ക്യു ആർ കോഡ് ഫിഷിംഗ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ ക്വിഷിംഗ് എന്ന് വിളിക്കാം. നമുക്ക് അങ്ങനെയാണ് അതിനെ വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ക്യു ആർ കോഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ ക്യു ആർ കോഡുകൾ സ്കാൻ ചെയ്ത് നമുക്ക് എന്ത് ഡീറ്റെയിൽസാണ് നമുക്ക് സ്റ്റീൽ ചെയ്യാൻ സാധിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ട് നോക്കുന്നുണ്ട്. അതുമാത്രമല്ല, നമ്മൾ നോക്കുന്നത് ഇങ്ങനെ ഉണ്ടാകുന്ന ക്യു ആർ കോഡ് അറ്റാക്കുകളിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ എങ്ങനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ, എന്തൊക്കെ മുൻകരുതലുകളാണ് എടുക്കേണ്ടത്, എങ്ങനെ നമുക്കൊരു ഫേക്ക് ക്യു ആർ കോഡ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും, ഇത്തരം കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് കിടക്കുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം. ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ കാര്യങ്ങളും എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാം തന്നെ എൻ്റെ ഡിവൈസുകളാണ് ഞാൻ അറ്റാക്ക് ചെയ്യുന്നത്. മറ്റൊരു ഡിവൈസിനെ ഞാൻ അറ്റാക്ക് ചെയ്യുന്നില്ല. അതേപോലെ റിയൽ വേൾഡിലുള്ള ആരെയും ഞാൻ അറ്റാക്ക് ചെയ്യുന്നില്ല. നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ടും നിങ്ങൾ ജസ്റ്റ് എഡ്യൂക്കേഷണൽ പർപ്പസുകളിന് വേണ്ടി മാത്രം ഈ ഒരു വീഡിയോയിലെ നോളജ് ഉപയോഗിക്കുക. നിങ്ങൾ ഒരിക്കലും അത് റിയൽ വേൾഡിൽ അപ്ലൈ ചെയ്യരുത്. അല്ലെങ്കിൽ ഒരാളുടെ പെർമിഷൻ ഇല്ലാതെയോ അല്ലെങ്കിൽ വേറൊരു വ്യക്തിക്കെതിരെയോ ഇത്തരത്തിലുള്ള അറ്റാക്കുകളും കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യരുത്. അവരുടെ നിയമപരമായിട്ടുള്ള പല ഇഷ്യൂകളും നിങ്ങൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകും. ഈ ക്യു ആർ കോഡ് ഫിഷിംഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്വിഷിംഗ് എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാരുടെ പൈസ തട്ടാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമ്മളത് ഏത് തരത്തിലുള്ള ക്യു ആർ കോഡാണ് എന്നൊന്നും നമ്മൾ ആലോചിക്കാതെ നമ്മൾ നേരെ സ്കാൻ ചെയ്യുന്നു. അത് സ്കാൻ ചെയ്ത് ഏതെങ്കിലും ഒരു വെബ് പേജിലോട്ടൊക്കെ ആയിരിക്കും ലോഡായി പോകുന്നത്. അവിടെ നമ്മൾ ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റകൾ തീർച്ചയായിട്ടും മോഷ്ടിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് അറ്റാക്ക് ഉണ്ട്. സോഷ്യൽ എഞ്ചിനീയറിംഗ് അറ്റാക്കിൽ ഒരു എവല്യൂഷൻ തന്നെയായിരുന്നു ഈ ഒരു ക്യു ആർ കോഡ് ഫിഷിംഗ് എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ സാധാരണ രീതിയിലുള്ള ഫിഷിംഗ് എങ്ങനെയാണ്, ഇപ്പോൾ നമ്മളൊരു ഫേക്ക് മെയിൽ അയച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഫേക്ക് വെബ്സൈറ്റിൻ്റെ ലിങ്ക് ക്രിയേറ്റ് ചെയ്തിട്ടൊക്കെ നമ്മളത് അറ്റാക്ക് ചെയ്യേണ്ട ആൾക്ക് അയച്ചു കൊടുക്കുന്നു. അയാളത് സ്കാൻ ചെയ്യുന്നു, അല്ലെങ്കിൽ അയാൾ ആ വെബ്സൈറ്റിൽ ലിങ്കിൽ കയറുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഡാറ്റകൾ എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ക്യു ആർ കോഡ് വന്നു. ക്യു ആർ കോഡ് ജസ്റ്റ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ സ്ക്വയർ ടൈപ്പുള്ളൊരു സിമ്പിൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ക്യു ആർ കോഡിൻ്റെ പൂർണ്ണരൂപം എന്ന് പറയുന്നത് ക്വിക്ക് റെസ്പോൺസ് കോഡ് എന്നുള്ളതാണ്. അപ്പോൾ ഈ അറ്റാക്ക് ചെയ്യേണ്ട അല്ലെങ്കിൽ അറ്റാക്കേഴ്സ് ഫേക്ക് ക്യു ആർ കോഡ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് ചിലപ്പോൾ ഒരു സ്റ്റിക്കർ അല്ലെങ്കിൽ ഒരു പോസ്റ്ററോ അല്ലെങ്കിൽ ഒരു സ്റ്റിക്കർ രൂപത്തിലൊക്കെ പ്രിൻറ്റ് ചെയ്തെടുത്തിട്ട് പല സ്ഥലങ്ങളിൽ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മളറിയാതെ നമ്മളത് ഒരു ക്യു ആർ കോഡ് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് സ്കാൻ ചെയ്യാനുള്ളൊരു പ്രവണത വരും. നമ്മളത് സ്കാൻ ചെയ്യും. നമ്മുടെ ഡാറ്റകളൊക്കെ സ്റ്റീൽ ചെയ്യപ്പെടാനുള്ള സാധ്യതകളുണ്ട്.
അപ്പോൾ ഈ ഒരു ഫേക്ക് QR കോഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അറ്റാക്കേഴ്സ് ഏത് ടൂളാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതും, അങ്ങനെ ആ ടൂൾ യൂസ് ചെയ്തിട്ട് ഈ ഫേക്ക് QR കോഡ് ക്രിയേറ്റ് ചെയ്ത് അത് സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ഡീറ്റെയിൽസാണ് കിട്ടുന്നത്, എങ്ങനെയാണ് നമ്മുടെ അറ്റാക്കേഴ്സ് നമ്മുടെ ഡാറ്റകളും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് എന്നുള്ളതും അത് ബ്ലോക്ക് ചെയ്യാനുമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് QR കോഡ് ഫിഷിംഗ് തുടങ്ങാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ക്വിഷിംഗ് തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ കാലിനെക്സ് മിഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൻ്റെ ടെർമിനൽ ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ കാലിനെക്സ് മിഷൻ അപ് ടു ഡേറ്റ് ആക്കി വെക്കുക എന്നുള്ളതാണ്. അപ് ടു ഡേറ്റ് ആക്കുക എന്ന് പറഞ്ഞാൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ കാലിനെക്സ് മിഷനിൽ ഇൻസ്റ്റാൾഡ് ആണ് എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ഏതൊരു സർവീസ് ചെയ്യുമ്പോഴും നമ്മൾ ഈ ഒരു കാര്യം ചെക്ക് ചെയ്യാറുണ്ട്. ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇപ്പോൾ ഡെമോൺസ്ട്രേഷൻ ചെയ്ത് കാണിക്കാൻ പോകുന്നത് ഇതിൽ അടിക്കുന്ന കമൻറ്റുകളൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് ഞാൻ പറയാൻ പോകുന്നില്ല. ഇത് കാണുന്ന ഏതൊരു സാധാരണ ഒരാൾക്കും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ ജസ്റ്റ് പറഞ്ഞു പോവുക എന്നുള്ളതാണ്. കോംപ്ലിക്കേറ്റഡുള്ള വാക്കുകളോ കാര്യങ്ങളോ തിയറി പരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഈ ഒരു പ്രാക്ടിക്കൽ ഡെമോൺസ്ട്രേഷനിൽ ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ കാലിനെക്സ് മിഷൻ അപ്ഡേറ്റ് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ടെർമിനൽ ഓപ്പൺ ചെയ്യാം. ടെർമിനൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ അടിക്കേണ്ട കമൻറ്റുകളാണ്. അപ്പോൾ ടെർമിനലിൻ്റെ സൈസ് ഞാൻ കുറച്ചൊന്ന് കൂട്ടി വെക്കാം. ഇവിടെ ഞാൻ ആദ്യം സൂഡോ ടൈപ്പ് ചെയ്യുക. സൂഡോ സ്പേസ് apt അപ്ഡേറ്റ് എന്ന് കൊടുക്കുക. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഒരു പാക്കേജ് അപ്ഗ്രേഡ് ചെയ്യാൻ ക്യാൻ ബി അപ്ഗ്രേഡഡ് എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു അപ്ഗ്രേഡ് ചെയ്യാനുള്ള ആ ഒരു പാക്കേജ് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സുഡോ ആപ്റ്റ് അപ്ഗ്രേഡ് എന്ന് കൊടുക്കുക. അപ്പോൾ കണ്ടിന്യൂ ചെയ്യണോ എന്നുള്ളത് ചോദിക്കും. അപ്പോൾ അത് ഇത്ര ഡൗൺലോഡ് സൈസ് 118 KB ആണ് ഉള്ളത് എന്നുള്ള ഇൻഫർമേഷൻസ് കയ്യിൽ കാണാൻ പറ്റും. അപ്പോൾ അത് ഇൻസ്റ്റാൾ ആവാൻ വേണ്ടിയിട്ട് 12.3 KB ആവശ്യമുണ്ട്. പിന്നെ 54.6 GB ഓൾറെഡി നമ്മുടെ കയ്യിൽ സ്പേസ് ഉണ്ട് എന്നുള്ള ഇൻഫർമേഷൻസൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ കൊടുക്കേണ്ടത് വൈ എന്ന് പറയുന്ന കമൻറ്റ് കൊടുത്തതിന് ശേഷം എൻ്റർ കൊടുക്കുക. അപ്പോൾ ആ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ആ ഒരു പാക്കേജ് കൂടി നമ്മുടെ കയ്യിൽ അപ്ഗ്രേഡ് ആവുന്നുണ്ട്. ഇപ്പോൾ അപ്ഗ്രേഡിനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമുക്ക് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ബോക്സ് ടെർമിനൽ ക്ലിയർ ആയി കിട്ടും. സ്പെല്ലിങ് കറക്റ്റായിട്ട് അടിക്കുക, ക്ലിയർ എന്നുള്ളത് ക്ലിയർ ആയിട്ട് വന്നു. ഇനി അടുത്ത് നമുക്ക് ചെയ്യേണ്ടത് ഈ ഒരു QR ഫിഷിങ്ങിന് ആവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയർ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ അടുത്തായിട്ട് ചെയ്യാനുള്ളത്. അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധാരണ കാലിനെക്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള ടൂളുകളുണ്ട്. അപ്പോൾ ഈ ടൂളുകളൊക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്യാറുള്ളത് ജിറ്റ് ഹബ് എന്ന് പറയുന്ന സൈറ്റിൽ നിന്നാണ്. അപ്പോൾ ഞാനിതിലോട്ട് ഈ QR ഫിഷിങ്ങിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ക്വിഷിങ്ങിന് ആവശ്യമായിട്ടുള്ള ഈ ഒരു സോഫ്റ്റ്വെയർ ഞാൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ടെർമിനലല്ല ബ്രൗസർ ഓപ്പൺ ചെയ്തു. നമ്മൾ ബ്രൗസറിൽ നേരെ വന്നിട്ട് ഇവിടെ ജിറ്റ് ഹബ് എന്ന് പറയുന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാം. ജിറ്റ് ഹബ് ഫസ്റ്റ് കാണുന്ന റിസൾട്ട് ജിറ്റ് ഹബിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് ജിറ്റ് ഹബ് എന്ന് പറയുന്ന സൈറ്റിലോട്ട് പോവാം. ഇതൊരു സോഫ്റ്റ്വെയർ കമ്പനിയാണ്. അപ്പോൾ ഇതിലാണ് നമുക്ക് കാലിനെക്സിന് ആവശ്യമായിട്ടുള്ള എല്ലാ ടൂളുകളും നമ്മൾ ജിറ്റ് ഹബ് എന്നാണ് എടുക്കാറുള്ളത്. അപ്പോൾ QR ഫിഷിങ്ങിന് ആവശ്യമായിട്ടുള്ള ടൂളിൻ്റെ പേര് മെഡ്യൂസ ഫിഷർ എന്നാണ്. അപ്പോൾ ജിറ്റ് ഹബിൽ ഈ സെർച്ച് ഓപ്ഷനിൽ പോയിട്ട് മെഡ്യൂസ ഫിഷർ എന്ന് നിങ്ങൾ സെർച്ച് ചെയ്യുക. മെഡ്യൂസ ഫിഷർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ 2 സ്ക്രിപ്റ്റ് കാണാനായിട്ട് പറ്റും. 2 സ്ക്രിപ്റ്റാണ് ഇപ്പോൾ റിസൾട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു സ്ക്രിപ്റ്റ് നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ ക്ലോൺ ചെയ്ത് അത് ഇൻസ്റ്റാൾ ചെയ്യണം ആദ്യം. അപ്പോൾ എൻ്റെ കയ്യിൽ അത് QR ഫിഷിംഗ് നടത്താനുള്ള ടൂൾ ഇപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ കയ്യിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ QR ഫിഷിംഗ് നടത്താനായിട്ട് നമുക്ക് ഫസ്റ്റ് കാണുന്ന ഈ ഒരു സ്ക്രിപ്റ്റ് ഓപ്പൺ ചെയ്യാം. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ
അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ താഴെ വന്നിട്ടുണ്ടാവും. മെഡ്യൂസ ഫിഷർ ഈസ് എ ഫിഷിംഗ് ടൂൾ സ്ക്രിപ്റ്റ് ഡിസൈനഡ് ടു ക്രിയേറ്റ് ഫിഷിംഗ് പേജസ് ഓഫ് വേരിയസ് ഓൺലൈൻ സർവീസ്. ഇറ്റ് അലോ യൂസർ ടു സെറ്റപ്പ് ഫിഷിംഗ് പേജസ് ഫോർ സർവീസ് ലൈക്ക് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ട്വിറ്റർ അങ്ങനെ തുടങ്ങിയിട്ടുള്ള പലതരത്തിലുള്ള സൈറ്റുകളുടെ എല്ലാം ഇത് ഓൾറെഡി അതിൽ കുറേ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് വരുന്നത്. അത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം അതിൽ ഏത് തരത്തിലുള്ള സ്ക്രിപ്റ്റ് ഏതിൻ്റെയൊക്കെ സ്ക്രിപ്റ്റ് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ. നിങ്ങൾ ജസ്റ്റ് താഴത്തോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആ ഒരു ടൂളിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ്, അത് ഏതെല്ലാം വെർഷനുകളിൽ സപ്പോർട്ട് ചെയ്യും എന്നുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ അതിൻ്റെ ഒരു ഡെമോ വീഡിയോ, ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു സൈറ്റിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ആവശ്യം എന്താണ്? ആ ഒരു ടൂൾ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ടൂൾ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു സൈറ്റിൻ്റെ ഈ മുകളിൽ കാണുന്ന ഈ ഒരു ലിങ്ക് കോപ്പി ചെയ്യുക. അതായത് ഈ മുകളിൽ കാണുന്ന ലിങ്ക് ഇത് കോപ്പി ചെയ്യുക. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതെവിടെ കാണുന്ന കോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കണ്ടോ, ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ താഴെ കാണുന്ന ഇതേ ലിങ്ക് തന്നെയാണ് ഈ മുകളിലും കാണുന്നത്. ഈ ഒരു ലിങ്ക് നിങ്ങൾ ഇവിടുന്ന് കോപ്പി ചെയ്യുക. ഇതിപ്പോൾ കോപ്പി ആയിട്ടുണ്ട്, അതാണ് അവിടെ ഒരു ടിക്ക് വന്നത്. ആ കോപ്പി ആയതിനു ശേഷം ഈ ഒരു സൈറ്റ് നിങ്ങൾക്ക് ക്ലോസ് ചെയ്യുക, അല്ലെങ്കിൽ അത് മിനിമൈസ് ചെയ്തിടുക. ഞാനിപ്പോൾ ഇവിടെ മിനിമൈസ് ചെയ്തിട്ടിട്ടുണ്ട്. അതിന് ശേഷം നിങ്ങളുടെ ടെർമിനലിലോട്ട് നിങ്ങൾ തിരിച്ചു വരിക. ടെർമിനലിലോട്ട് തിരിച്ചു വന്നിട്ട് ഇവിടെ നിങ്ങൾ അടിക്കേണ്ട കമൻറ്റ് ഗിറ്റ് എന്നടിച്ചതിന് ശേഷം ക്ലോൺ, എന്നിട്ട് നിങ്ങൾ നേരത്തെ അവിടെ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ആ ഒരു സൈറ്റിൻ്റെ ലിങ്ക് നിങ്ങളിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് എൻ്റർ കൊടുക്കുക. അപ്പോൾ ആദ്യം ക്ലോണിങ് എന്ന് പറയുന്ന പ്രോസസ്സ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. അതിനുശേഷം ഞാൻ LS എന്ന് പറയുന്ന ലിസ്റ്റ് എന്ന് പറയുന്ന കമൻറ്റ് ഉണ്ടല്ലോ, അതിലെ ആ ഒരു മെഡ്യൂസ ഫിഷർ എന്ന് പറയുന്ന ടൂളിൻ്റെ ഡയറക്ടറി വന്നിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ LS എന്ന് പറയുന്ന കമൻറ്റ് അടിച്ചിട്ട് ഞാൻ നോക്കുക. LS എന്ന് പറയുന്ന കമൻറ്റ് അടിച്ചപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിച്ചു മെഡ്യൂസ ഫിഷർ എന്ന് പറയുന്ന ടൂളിൻ്റെ ഡയറക്ടറി അവിടെ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം. ഡെസ്ക്ടോപ്പ് ഡൗൺലോഡിൻ്റെ ഒക്കെ താഴെയായിട്ട് നിങ്ങൾക്ക് മെഡ്യൂസ ഫിഷർ എന്ന് പറയുന്ന ആ ഒരു ടൂളിൻ്റെ ഡയറക്ടറി അവിടെ കാണാനായിട്ട് പറ്റും. നിങ്ങളിനി അടുത്ത് ചെയ്യേണ്ട ആ ഡയറക്ടറിയുടെ അകത്തോട്ട് എൻ്റർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഡയറക്ടറിയുടെ അകത്തോട്ട് എൻ്റർ ചെയ്യാൻ നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുള്ള കമൻറ്റ് അത് തന്നെയാണ്, CD സ്പേസ് മെഡ്യൂസ ഫിഷർ. ആ ഡയറക്ടറിയുടെ പേര് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റർ കൊടുത്താൽ ഇപ്പോൾ നിങ്ങളിരിക്കുന്ന ഡയറക്ടറി ഏതാണ്? മെഡ്യൂസ ഫിഷർ എന്ന് പറയുന്ന ഡയറക്ടറിയുടെ അകത്താണ്. ഇനി ആ ഡയറക്ടറിയുടെ അകത്ത് എന്തൊക്കെ ഫോൾഡറുകളുണ്ട് എന്നറിയാൻ LS അടിച്ചാൽ മതി. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു 6 കാര്യങ്ങളുള്ളത്, ഒരു 5 ഫയലുകളും ഒരു സൈറ്റ് എന്ന് പറയുന്ന ഒരു ഡയറക്ടറി വേറെയുണ്ട്. ഒന്ന് ലൈസൻസ് ആണ്, ഒന്ന് റീഡ്മി ആണ്, ഒന്ന് മെഡ്യൂസ ഫിഷർ .sh ആണ്, ഒന്ന് സെറ്റപ്പ് .sh ആണ്. ഇതിൽ പ്രധാനപ്പെട്ട 2 ഫയലുകളാണ് നമുക്ക്. ഒന്ന് സെറ്റപ്പ് .shഉം അതേപോലെ തന്നെ മെഡ്യൂസ ഫിഷർ .shഉം. ഈ 2 ഫയലുകൾ അല്ലെങ്കിൽ ഈ 2 പാക്കേജുകളെ നമ്മുടെ കമ്പ്യൂട്ടറിലോട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട്, നമ്മുടെ കാലിനെക്സ് മെഷീനിലോട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം സെറ്റപ്പ് .sh ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പിന്നെ മെഡ്യൂസ ഫിഷർ .sh എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഈ 2 ഫയലുകൾ, ഈ .sh എന്ന് പറയുന്ന ആ ഒരു ഫോർമാറ്റിൽ ഇരിക്കുന്ന 2 ഫയലുകളെ നമ്മൾ എക്സിക്യൂട്ടബിൾ ആക്കണം. എക്സിക്യൂട്ടബിൾ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലോട്ട് നമ്മൾ മാറ്റണം. നമ്മുടെ കാലിനെക്സ് മെഷീനിൽ ആവശ്യമായിട്ടുള്ള ടൂളുകളൊക്കെ ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ ടൂളുകളൊക്കെ കിട്ടുന്നത് ഈ ഒരു ഫോർമാറ്റിലാണ് കിട്ടുക. ഇത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ ചിലപ്പോൾ എക്സിക്യൂട്ടബിൾ ഫോർമാറ്റിലോട്ട് മാറ്റണം. അത് അതിൻ്റെ ഒരു സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ടാണ്. ഇപ്പോൾ ചില ടൂളുകളൊക്കെ നമ്മൾ ക്ലോൺ ചെയ്ത ഉടനെ അത് ഓട്ടോമാറ്റിക്കായിട്ട് എക്സിക്യൂട്ട് ആവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തടയാൻ വേണ്ടിയിട്ട് സാധാരണ നമ്മൾ എന്ത് കൊടുക്കാറുണ്ട്? ഈ പറയുന്ന ഇങ്ങനെ കൊടുക്കാറുള്ളതല്ല, ഇങ്ങനെയായിരിക്കും ആ സോഫ്റ്റ്വെയറുകൾ വരാറുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിനെ എക്സിക്യൂട്ടബിൾ ആക്കണം. അപ്പോൾ ആദ്യം നമുക്ക് സെറ്റപ്പ് .sh എന്ന് പറയുന്ന ആ ഒരു ഫയൽ ഉണ്ടല്ലോ, ആ സെറ്റപ്പ് .shനെ നമുക്ക് ആദ്യം എക്സിക്യൂട്ടബിൾ ആക്കാം. അപ്പോൾ അത് എക്സിക്യൂട്ടബിൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കമൻറ്റ് എന്ന് പറഞ്ഞാൽ chmod എന്ന് ടൈപ്പ് ചെയ്യുക, പ്ലസ് ഇടുക, എക്സ് ടൈപ്പ് ചെയ്യുക, സ്പേസ് ഇടുക, സെറ്റപ്പ് .sh എന്ന് പറയുന്ന കമൻറ്റ് കൊടുത്ത് എൻ്റർ കൊടുത്താൽ സെറ്റപ്പ് .sh എന്ന് പറയുന്ന ആ ഒരു ഫയൽ എക്സിക്യൂട്ടബിളായി. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ വഴിയുണ്ട്. LS എന്ന് പറയുന്ന കമൻറ്റ് അടിച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം സെറ്റപ്പ് .sh എന്ന് പറയുന്നതിൻ്റെ കളറിലൊരു ചേഞ്ച് ഉണ്ട്. ആ കളർ ചേഞ്ച് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അതിപ്പോൾ എക്സിക്യൂട്ടബിൾ ആയി എന്നുള്ളതാണ്. ഇനി എക്സിക്യൂട്ടബിൾ ആയതിനു ശേഷം അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? അതിനെ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു പാക്കേജസിനെ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്.
അപ്പോൾ പാക്കേജസിനെ ഇൻസ്റ്റാൾ ചെയ്യാനും നമുക്ക് ഇതേപോലെ കമൻറ്റ് കൊടുക്കണം. അത് ഇൻസ്റ്റാൾ ആയതിനു ശേഷം നമുക്ക് മെഡ്യൂസ ഫിഷറിനെ ഇതേപോലെ എക്സിക്യൂട്ടബിൾ ആക്കണം, അതിനെയും ഇതേപോലെ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ./ എന്നിടുക, ഫയലിൻ്റെ പേര് കൊടുക്കുക, setup.sh കൊടുക്കുക, എൻ്റർ കൊടുക്കുക. ഇപ്പോൾ ആ ഒരു പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ setup.sh എന്ന് പറയുന്ന ആ ഒരു പാക്കേജ് നമ്മുടെ കമ്പ്യൂട്ടറിൽ എക്സിക്യൂട്ടബിൾ ആയി എന്നുള്ളതാണ് അർത്ഥം. ഇനി അടുത്ത സ്റ്റെപ്പ് ഇതേപോലെ തന്നെ. അടുത്ത സ്റ്റെപ്പ് എന്താ? മെഡ്യൂസ ഫിഷർ .sh എന്ന് പറയുന്ന ഫയലിനെ ആദ്യം എക്സിക്യൂട്ടബിൾ ആക്കുക എന്നുള്ളതാണ്. നേരത്തെ അടിച്ച അതേ കമൻറ്റ് തന്നെയാണ് നമുക്ക് ഇവിടെ വീണ്ടും കൊടുക്കാനായിട്ട് ഉള്ളത്. ഏതാണ് കമൻറ്റ്? chmod +x സ്പേസ് മെഡ്യൂസ ഫിഷർ, ഡയറക്ടറിയുടെ പേര് മെഡ്യൂസ ഫിഷർ .sh. കമൻറ്റും കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലും തെറ്റുണ്ടെങ്കിലാണ് ഇങ്ങനെ വരാറുള്ളത്. അപ്പോൾ ഇവിടെ chmod എന്നുള്ളതിൻ്റെ ഒരു കൂടുതലായി, അതുകൊണ്ടാണ് എറർ വന്നത്. അപ്പോൾ നമ്മളിപ്പോൾ അതിനെയും എക്സിക്യൂട്ടബിളാക്കി ls അടിച്ചു കഴിഞ്ഞാൽ അത് എക്സിക്യൂട്ടബിളായി എന്നുള്ളത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതിന് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു മെഡ്യൂസ ഫിഷർ .sh എന്ന് പറയുന്ന ഒരു എക്സിക്യൂട്ടബിൾ ഫയലിനെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ആ കാര്യം ചെയ്തതിന് ശേഷം നമുക്ക് ഈ പറയുന്ന മെഡ്യൂസ ഫിഷർ .sh എന്ന് പറയുന്നതിനെ ഇൻസ്റ്റാൾ ചെയ്യാം. നമ്മൾ ഒരു ടണൽ ക്രിയേറ്റ് ചെയ്യണം. ടണൽ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മുടെ ഈ ഒരു നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഫേക്കായിട്ടുള്ള ഒരു QR കോഡ് ഉണ്ടല്ലോ, ഈ ഒരു QR കോഡ് ഇൻ്റർനെറ്റ് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ദൂരെ വേറൊരു പുറത്തുള്ള ഒരാൾക്കാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നതെങ്കിൽ അയാൾക്കും ഇത് കണക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. അയാൾ ആ QR കോഡ് സ്കാൻ ചെയ്താലും അറ്റാക്കറിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഒരു ടണൽ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ടണൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കമൻറ്റ് അടിച്ചതിന് ശേഷം ആ ടണൽ അങ്ങനെ നമ്മളൊരു ക്രിപ്റ്റോ കീയും കാര്യങ്ങളൊക്കെ നമ്മൾ ജനറേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് എക്സിക്യൂട്ടബിളായി ഈ ഒരു ഫയലിന്, ഈ ഒരു പാക്കേജിന് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ കൂടുതലായിട്ട് പഠിക്കുന്ന കീജൻ RSA എന്ന് പറയുന്നതിൻ്റെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ ജസ്റ്റ് പറയുന്നില്ല. ഞാൻ ജസ്റ്റ് ആ കമൻറ്റ് പറഞ്ഞുതരാം. SSH സ്പേസ് -keygen എന്ന് ടൈപ്പ് ചെയ്യുക, -keygen എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് -t എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം RSA -b എന്നിട്ട് നമ്മുടെ ക്രിപ്റ്റോ കീയുടെ സൈസ് കൊടുക്കുക. -b ഇട്ടതിന് ശേഷം സ്പേസ് ഇട്ടതിന് ശേഷം 4096 എന്ന് കൊടുക്കുക. എന്നിട്ട് -c വേണം ഇടാൻ, c ഇടുക. ഒരു ഡൊമൈൻ നെയിം ഞാനിപ്പോൾ ഇവിടെ jemb@host.com ഒരു ഡൊമൈൻ നെയിം ഞാനവിടെ കൊടുത്തു. അതിനുശേഷം ഞാൻ ജസ്റ്റ് എൻ്റർ കൊടുത്തു. അപ്പോൾ ആ ഒരു കീയും കാര്യങ്ങളൊക്കെ അവിടെ ക്രിയേറ്റ് ആവുന്നതിൻ്റെ സ്റ്റെപ്പാണ്. ജസ്റ്റ് ഇവിടെ എൻ്റർ കൊടുക്കുക. വീണ്ടും എൻ്റർ പ്രിഫേസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും, പാസ് ഫ്രൈസ് വരും. ആ പാസ് ഫ്രൈസ് അവിടെ എൻ്റർ കൊടുക്കുക. വീണ്ടും അത് വരും, വീണ്ടും എൻ്റർ കൊടുക്കുക. ഇപ്പോൾ ആ ഒരു കീ എന്തായിട്ടുണ്ടാവും? ജനറേറ്റ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ ആ മെഡ്യൂസ ഫിഷർ .sh എന്ന് പറയുന്നത് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നേരത്തെ അടിച്ച അതേ കമൻറ്റ് തന്നെയാണ്. ഞാൻ ഇതൊന്ന് ക്ലിയർ ചെയ്യാം. ഓക്കെ, നേരത്തെ അടിച്ച അതേ കമൻറ്റ് തന്നെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. ./medusafisher.sh എന്ന് പറയുന്ന കമൻറ്റ് കൊടുക്കുക. ഇപ്പോൾ ഈ കമൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനത്തെ ഒരു മെഡ്യൂസ ഫിഷറിൻ്റെ പേജിലോട്ട് നിങ്ങൾക്ക് പോകുന്നത് കാണാൻ പറ്റും. ആ മെഡ്യൂസ ഫിഷറിൻ്റെ പേജിൽ നിങ്ങൾക്ക് കുറേ ടെംപ്ലേറ്റുകൾ കാണാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാനിതിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൻ്റെ ടെംപ്ലേറ്റ് വെച്ചിട്ട് അല്ലെങ്കിൽ കാണിച്ചു തരാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇതിൽ. ഇപ്പോൾ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൻ്റെ ടെംപ്ലേറ്റ് നോക്കാം, അതെങ്ങനെ കിട്ടുന്നത് എന്നുള്ളത്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ടെംപ്ലേറ്റിൻ്റെ നമ്പർ എന്ന് പറയുന്നത് ഇവിടെ 1 അപ്പോൾ നമ്മളിവിടെ നമ്പർ 1 ചൂസ് ചെയ്തു, എൻ്റർ കൊടുത്തു. ചൂസ് ദ ടണലിംഗ് മെത്തേഡ് ചോദിച്ചിട്ടുണ്ട്. ടണലിംഗ് മെത്തേഡ് അവിടെ 1 സെലക്ട് ചെയ്യേണ്ടത്, അവിടെയും 1 സെലക്ട് ചെയ്തു. യൂസ് ഡിഫാൾട്ട് പോർട്ട്, നമ്മൾ ടണൽ ചെയ്യാൻ പോണ പോർട്ട് നമ്പർ എന്ന് പറയുന്ന ഡിഫാൾട്ട് പോർട്ട് നമ്പർ 5555 ആണ്. അതന്നെ യൂസ് ചെയ്യണം. അപ്പം ഈ 5555 എന്ന് പറയുന്ന ആ ഒരു പോർട്ട് നിങ്ങൾ വേറെ എവിടെയെങ്കിലും ഏതെങ്കിലും സർവീസിന് വേണ്ടിയിട്ട് നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പോർട്ട് നമ്പർ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ആ പോർട്ട് നമ്പർ എവിടെ ഒന്നിനും യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് നമുക്ക് അത് തന്നെ അവിടെ കൊടുക്കാം. അപ്പോൾ y കൊടുത്താൽ മതി. എന്നിട്ട് എൻ്റർ കൊടുക്കുക. എൻ്റർ കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ പുതിയൊരു ബോക്സ് ഇവിടെ നിങ്ങൾക്ക് റൺ ആവുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതിങ്ങോട്ട് നീക്കി വെക്കാം.
ഇവിടെ പുതിയൊരു ബോക്സ് ഇവിടെ ഓപ്പണായി. തൊട്ട് താഴെ നമ്മുടെ ടെർമിനലിൽ ഇവിടെ വെയിറ്റിംഗ് ഫോർ വിക്ടിം ഓപ്പൺ ദ ലിങ്ക് എന്ന് പറയുന്ന ഓപ്ഷനും വന്നിട്ടുണ്ട്. നമുക്ക് ഇതെന്ത് ചെയ്യാം, ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു പുതിയതായിട്ട് ഓപ്പൺ ചെയ്തു വന്നിട്ടുള്ള ഈ ഒരു ബോക്സിലൂടെ യെസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്ക്രീനൊന്ന് വലുതാക്കാം. ഇവിടെ നമുക്ക് ഒരു ഫേക്ക് ആയിട്ടുള്ളൊരു QR കോഡ് നിങ്ങൾക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കാണാനായിട്ട് പറ്റും. ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലിങ്ക് കിട്ടും. ആ ലിങ്കിലോട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിൻ്റെ ലോഗിൻ പേജ് പോലെയാണ് വരിക. അപ്പോൾ നമുക്ക് അത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഒരു QR കോഡ് കട്ട് ചെയ്തിട്ട് ഞാൻ ഓൺലൈനിൽ QR കോഡ് റീഡർ വെച്ചിട്ട് റീഡ് ചെയ്തിട്ട് ആ ലിങ്ക് ഓപ്പൺ ആക്കി കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വിൻഡോസ് മെഷീൻ്റെ ഇതിൽ സ്നൈപ്പിംഗ് ടൂൾ ഓപ്പൺ ചെയ്തു. സ്നൈപ്പിംഗ് ടൂൾ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ന്യൂ എടുക്കുക. നമ്മുടെ QR കോഡ് നമുക്ക് സേവ് ചെയ്തിടാം. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഇതിലോട്ട് സേവ് ചെയ്തിടാം. ഞാൻ ഇപ്പോൾ ഉദാഹരണമായിട്ട് ഡോക്യുമെൻറ്റിൻ്റെ അകത്ത് QR എന്ന് പറയുന്നൊരു ഫോൾഡർ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്തോട്ട് ഞാൻ ആ ഒരു QR കോഡ് സേവ് ചെയ്തിട്ടു. ഇനി ഞാൻ എൻ്റെ ബ്രൗസറിൽ QR കോഡ് റീഡർ എടുക്കാം. ഇവിടെ QR കോഡ് റീഡർ എന്ന് അടിച്ചു കൊടുക്കുക. ഇത് നിങ്ങൾക്ക് മൊബൈലിൽ സ്കാൻ ചെയ്ത് റീഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ലിങ്കിലോട്ടാണ് പോവുക. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ കാണിച്ചു തരുവാണ്. QR കോഡ് സ്കാനർ ഓൺലൈൻ എടുത്തു. അതിലിവിടെ നിങ്ങൾക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഓർ ബ്രൗസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡോക്യുമെൻറ്റിൻ്റെ അകത്ത് നമ്മൾ സേവ് ചെയ്ത് വെച്ചുള്ള QR കോഡ് ഒന്ന് നമുക്ക് റീഡ് ചെയ്ത് നോക്കാം. ഈ ഒരു ലിങ്കാണ് വന്നിട്ടുള്ളത്. ഒന്നില്ലെങ്കിൽ ഇത് ഇവിടുന്ന് കോപ്പി അല്ലെങ്കിൽ കോപ്പി റിസൾട്ട് എടുക്കുക. പുതിയൊരു ടാബ് ഓപ്പൺ ചെയ്യുക. ആ ഒരു ഇത് നിങ്ങൾക്ക് അടിച്ചു കൊടുക്കുക. നേരെ എൻ്റർ കൊടുത്താൽ നിങ്ങൾ നേരെ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിൻ്റെ ലോഗിൻ പേജിലോട്ടാണ് പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് യൂസർ നെയിമും പാസ്വേഡും അടിച്ചിട്ടാണല്ലോ നമ്മൾ ലോഗിൻ ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു QR കോഡ് കിട്ടി, നമ്മൾ സ്കാൻ ചെയ്തു, നേരെ പോയത് ഇൻസ്റ്റാഗ്രാമിൻ്റെ ലോഗിൻ പേജിലോട്ടാണ്. അപ്പോൾ ഇതെങ്ങനെ അറ്റാക്കർ ഇതെങ്ങനെ മാർക്കറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എന്തെങ്കിലും ഒരു ഓഫർ ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ലിങ്ക് അയച്ചു തന്നിട്ട് ഇതിൽ ലോഗിൻ ചെയ്തതിന് ശേഷം ഏതെങ്കിലും പോസ്റ്റിന് ലൈക്ക് അടിക്കാനോ അല്ലെങ്കിൽ ഇത് സ്കാൻ ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് സ്പിന്നാനും പിന്നെ അങ്ങനെ പലതരത്തിലുള്ള മാർക്കറ്റിംഗ് സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തിയിട്ട് ഇത് മാർക്കറ്റ് ചെയ്തിട്ടാണത് അവരുടെ ആളുകളിലോട്ട് എത്തിക്കുക. ആരെയാണ് അറ്റാക്ക് ചെയ്യേണ്ടത് അവരിലോട്ട് ഇത് എത്തിക്കുക അറ്റാക്കർ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും ഈ QR കോഡ് നമുക്ക് മാർക്കറ്റിംഗ് ചെയ്യാം. അപ്പോൾ ഞാനിതിൻ്റെ തിയറി കാര്യങ്ങളിലൊക്കെ ഇതിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാനിവിടെ ഫേക്കായിട്ട് ഒരു യൂസർ നെയിമും പാസ്വേഡും കൊടുത്തിട്ട് അടിച്ചു നോക്കാം. ഇവിടെ ഒരു പാസ്വേഡും ടൈപ്പ് ചെയ്യാം. അടിച്ച പാസ്വേഡ് എന്നിട്ട് ലോഗിൻ കൊടുത്തു. അപ്പോൾ ഞാൻ അടിച്ച യൂസർ നെയിം പാസ്വേഡ് സ്വാഭാവികമായിട്ടും തെറ്റാണ്, അത് വർക്ക് ചെയ്യില്ല. അപ്പോൾ അത് ലോഡായി വന്നു, ഒന്നും വന്നില്ല അല്ലേ. പക്ഷേ നമ്മുടെ കാലിൻ എക്സിബിഷൻ ഓപ്പൺ ചെയ്ത് നോക്കാം. മിനിമൈസ് ചെയ്തിട്ടിട്ടുണ്ട് താഴെ, ഇത് ഓപ്പൺ ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം നമ്മൾ കൊടുത്തിട്ടുള്ള യൂസർ നെയിമും നമ്മുടെ പാസ്വേഡും ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെയാണ് ഈ ഒരു ഫേക്കായിട്ടുള്ള, ഇപ്പോൾ നമ്മളവിടെ ഒരുപാട് ടെംപ്ലേറ്റുകൾ കണ്ടല്ലോ. നിങ്ങൾക്ക് ഏത് ടെംപ്ലേറ്റ് യൂസ് ചെയ്തിട്ടും നിങ്ങൾക്ക് ഇതേപോലെ ഏതിൻ്റെയാണോ എടുക്കേണ്ടത് അതിൻ്റെയൊക്കെ നിങ്ങൾക്ക് ഇതേപോലെ എടുക്കാം. ഇവിടെ 33ാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കസ്റ്റമായിട്ട് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ടെംപ്ലേറ്റ് കണ്ട പോലെ കസ്റ്റമായിട്ട് നമുക്ക് ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഈ അറ്റാക്കർമാർ വിവരങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് QR കോഡ് ഉപയോഗിച്ചിട്ട് ശേഖരിക്കുക. അപ്പോൾ ഇത് തടയാനൊരു പ്രധാനപ്പെട്ടൊരു വഴി എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇങ്ങനെ കാണുന്ന QR കോഡുകളിൽ കാണുമ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആ ഒരു QR കോഡ് വന്നിട്ടുള്ള ആ ഒരു മുകളിൽ എഴുതിയ ലിങ്കാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ ഈ ഒരു ലിങ്കിൽ കയറിയപ്പോഴാണല്ലോ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൻ്റെ ആ ഫേക്കായിട്ടുള്ള പേജിലോട്ട് കയറാൻ പറ്റിയത്. ഈ ഒരു ലിങ്കിൽ ഇവിടെ ഇൻസ്റ്റാഗ്രാമുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം ഇട്ടിട്ടില്ല. അപ്പോൾ ഇത് നിങ്ങൾ കോപ്പി ചെയ്തിട്ട് നിങ്ങളിവിടെ ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ അറിയാം ഇൻസ്റ്റാഗ്രാമുമായിട്ട് ആ ഒരു ലിങ്കിനൊരു ബന്ധമില്ല, ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒന്നും കൊടുത്തിട്ടില്ല.
ഓക്കെ, ഇനി വരില്ല. ഞാൻ അവിടുത്തെ ടണൽ പ്രോസസ്സ് ക്ലോസ് ആക്കിയതുകൊണ്ടാണ് നോ ടണൽ ഹെയർ എന്ന് വരുന്നത്. അപ്പോൾ ആ ഒരു ലിങ്ക് കാണുമ്പോൾ അറിയാം. ഇനി അതുമല്ല, ഇനിയിപ്പോൾ ഇപ്പം ഇറങ്ങുന്ന ഫോണുകളിലൊക്കെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഉള്ള ആൻഡ്രോയിഡ് 14, 15 ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കത് സ്കാൻ ചെയ്യുമ്പോൾ തന്നെ ആ ലിങ്കിലോട്ട് കയറാതെ തന്നെ താഴെ നിങ്ങൾക്ക് ലിങ്ക് എഴുതി കാണിക്കുന്നുണ്ടാവും. അപ്പോൾ ലിങ്ക് എഴുതി കാണിക്കുന്നുണ്ടെങ്കിൽ ആ ലിങ്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കുക അതിൽ ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ എന്തിൻ്റെ പേജാണോ കാണിച്ചിരിക്കുന്നത് അതുമായിട്ടുള്ള ഒരു ഇൻഫർമേഷനും ആ ഒരു URL ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു URL നിങ്ങൾ കയറാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇതേപോലെ QR കോഡുകൾ സ്കാൻ ചെയ്യുമ്പോൾ ട്രസ്റ്റഡ് ആയിട്ടുള്ള QR കോഡുകൾ മാത്രം സ്കാൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ വഴിയിൽ കാണുന്നതോ വേറെ എവിടെ കാണുന്നതോ ഇതേപോലെ ഓഫർ ഉണ്ട്, അങ്ങനെ ഡീറ്റെയിൽസ് ഉണ്ട്, സ്പിൻ ആൻഡ് വിൻ ഉണ്ട്, അങ്ങനെ പല പ്രൊമോഷൻ്റെ ഭാഗമായിട്ടും വരുന്ന QR കോഡുകളിലൊന്നും നിങ്ങൾ സ്കാൻ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് ഞാൻ ടെസ്റ്റ് ചെയ്തിരിക്കുന്നതും എൻ്റെ സ്വന്തം ഡിവൈസുകളാണ്. ഇത് നിങ്ങൾ മറ്റൊരാളുടെ പെർമിഷൻ ഇല്ലാതെ അവരുടെ ഡാറ്റകൾ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരിക്കലും ഈ ഒരു സർവീസ് യൂസ് ചെയ്യരുത്. ഇത് ജസ്റ്റ് എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോയാണ്. എങ്ങനെയാണ് അറ്റാക്കർ നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം QR കോഡ് വഴി സ്കാൻ ചെയ്തെടുക്കുന്നത് എന്ന് പറയാനുള്ളൊരു വീഡിയോ. വളരെ സിമ്പിളായിട്ട് ഞാൻ എടുത്തു എന്നുള്ളൂ. ഞാനിതിൻ്റെ തിയറിപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിലോട്ടൊന്നും ഞാൻ കടന്നിട്ടില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇതേപോലുള്ള സൈബർ സെക്യൂരിറ്റി ആയിട്ടോ അല്ലെങ്കിൽ എത്തിക്കൽ ഹാക്കിംഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. സൈബർ സെക്യൂരിറ്റി പഠിക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് അടുത്ത ഒരു ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണാം.